അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, അബ്ദുസ്സമദ് പൂക്കോട്ടൂർ എന്ന ഒരു മുസ്ലിയാർ വലിയ വലിയ കളവുകൾ പറഞ്ഞുകൊണ്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും അങ്ങേയറ്റത്തെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടും ഹജ്ജിന് പോകുന്ന ആളുകളെ കൊണ്ട് പോലും ഷിർക്ക് ചെയ്യിപ്പിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അയാളുടെ വ്യക്തമായ കളവുകൾക്കുള്ള ശക്തമായ മറുപടികൾ നിങ്ങൾക്ക് ഈ സംസാരത്തിൽ കേൾക്കാം. അതുകൊണ്ട് തന്നെ ഈ സംസാരം ആദ്യാവസാനം വരെ കേൾക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സത്യം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമുക്കറിയാം, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിനു വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ നമുക്കറിയാം. ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാൻ വേണ്ടി അദ്ദേഹം നിർമ്മിച്ച കഅബാലയത്തെ സംബന്ധിച്ച് നമുക്കറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെയും എല്ലാം നമ്മൾ ഓർക്കുമ്പോൾ തൗഹീദാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതിനുവേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും ഈ തൗഹീദിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് നടത്തുന്നത് എന്ന് നമുക്കറിയാം. എന്നിട്ടും ആ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അവരെ ഷിർക്കിലേക്ക് നയിക്കുന്ന ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള സകല പ്രവാചകന്മാരും അധ്വാനിച്ചത്, അതേ കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും മഹാന്മാരായ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുവാനും സഹായം തേടുവാനും ആ നിലക്ക് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ള ശുദ്ധമായ ഷിർക്കിൻ്റെ വാദങ്ങൾ, കളവുകൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ ഏതൊരു തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയാണോ ഹജ്ജിൻ്റെ ഓരോ കാര്യങ്ങളും നിശ്ചയിക്കപ്പെട്ടത് അതിലെ ഓരോ കർമ്മങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് ഷിർക്കിന് തെളിവാക്കുന്ന വളരെ സങ്കടകരമായ കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും അതിനുള്ള മറുപടിയും നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ തുടക്കഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ്, എല്ലാ ആളുകളുടെ മനസ്സിലും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവിനോട് നേരിട്ടങ്ങ് ചോദിച്ചാൽ പോരെ, എന്തിനാ പിന്നെ അതിന്റെ ഇടയ്ക്കൊരാളെ നിർത്തുന്നത്? നേരിട്ട് പടച്ചറപ്പിനോട് ചോദിക്കാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരമുള്ളപ്പോൾ പിന്നെ ഔസുൽ അഅ്ലം അല്ലെങ്കിൽ മമ്പുറത്തെ തങ്ങള് ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ തഖ്വ ചെയ്ത് ജീവിക്കുകയും അള്ളാഹുവിലേക്ക് വസീല തേടുകയും വേണം. വസീല നോക്കൂ, നിങ്ങൾ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇന്ന വിഷയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാൾ വലിയ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചുകൂടെ, എന്തിനാണ് ഇടയിൽ ഒരു ആളെ വെക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നു എന്നാണ്. അത് യഥാർത്ഥത്തിൽ തൗഹീദാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുകയാണ്, എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ പറയണം, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. അതുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും. അപ്പോൾ അള്ളാഹുവിനെ നേരിട്ട് വിളിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ പ്രാർത്ഥനകളും പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശോധിച്ചോളൂ. റബ്ബന എന്നോ റബ്ബി എന്നോ അല്ലാഹുമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് നേർക്ക് നേരെയുള്ള പ്രാർത്ഥനയെ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അവിടെ ഒരു ഗൗസുൽ ആലമിനെയും ഇടയിൽ വെക്കുന്നില്ല, ഒരു മഹാനെയും ഇടയിൽ വെക്കുന്നില്ല, ഒരു നബിയെയും ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും ഒരു വലിയനെയും ഇടയിൽ വെക്കാതെ നേർക്ക് നേരെ റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥനകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയധികം പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലെവിടെയെങ്കിലും തന്നെ ഏതെങ്കിലും ഒരു മഹാനെ മുൻനിർത്തി, ഒരു ഗൗസുൽ ആലമിനെ മുൻനിർത്തി, ഒരു തങ്ങളെ ഒരു വലിയനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നേർക്ക് നേരെ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് നാം ജനങ്ങളെ ആയത്തുകൾ ഓതി ഹദീസുകൾ ഓതി പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് അതാണ് തെറ്റിദ്ധരിപ്പിക്കൽ. എന്നിട്ട്
ഇടയാളന്മാരെ വെക്കാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്തോതുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിലേക്ക് വസീല തേടുകയും വേണം. അതിലൂടെ അയാൾ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഇവിടെ വസീല എന്ന് പറഞ്ഞാൽ അത് മമ്പുറം തങ്ങളാണ്, CM മടവൂരാണ്, മുഹിദ്ദീൻ ഷെയ്ഖാണ്, അതേപോലെയുള്ള ഗൗസുൽ ആലമുകളാണ്. ഇവരൊക്കെയാണ് അവരെ ഇടയാളന്മാരാക്കി വെച്ച്, അമ്പിയാക്കളെ ഇടയാളന്മാരാക്കി വെച്ച് അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടോ അല്ലെങ്കിൽ അവരോട് നേരിട്ടോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് എത്തേണ്ടത് എന്നും ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ ആയത്ത് ഏറ്റവും ആദ്യം സ്വഹാബത്തിന് ഓതിക്കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? ആ അള്ളാഹുവിൻ്റെ റസൂലിന് വസീല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നറിയാതെ പോയതാണോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അമ്പിയാക്കളുടെയോ സാലിഹ്യങ്ങളുടെയോ ഹക്ക് ജാഹ് ബറക്കത്തിനെ മുൻനിർത്തിക്കൊണ്ട് തേടിയിട്ടില്ല. അങ്ങനെ തേടാനുള്ള ഒരു ദുആ പോലും സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതായി സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണുക സാധ്യമല്ല. എന്നിട്ടും വസീല എന്നാൽ ഇതേപോലെ ഇടയാളന്മാരെ വെക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ആയത്ത് നബിയിൽ നിന്ന് ഓതിക്കേട്ട സ്വഹാബികൾ, ആ സ്വഹാബികൾ ഒരുപാട് കാലം ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ. അവരുടെ ഒരാളുടെയും പ്രാർത്ഥനയിൽ മഹാന്മാരോടുള്ള പ്രാർത്ഥന, നേർക്കുനേരെയുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലുമുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല. അവരുടെ പ്രാർത്ഥനകളിൽ എവിടെയും തന്നെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടുള്ള ഒരു തേട്ടം നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അവരാരും ഇവിടെ പറഞ്ഞ അൽ വസീല എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ മധ്യവർത്തികളെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണെന്ന് നബി മനസ്സിലാക്കിയിട്ടില്ല, സ്വഹാബികൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല. ഈ ഉമ്മത്തിലെ അഇമ്മത്തുകൾ അഖീദയുടെ വിഷയത്തിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട്, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനകളുടെ മര്യാദകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇടയാളന്മാരെ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ബാബുകൾ വെച്ച് അവരാരും വിശദീകരിച്ചതും നമുക്ക് കാണാൻ സാധ്യമല്ല. പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ ആരും തന്നെ ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, ഖാല സുഫിയാനു സൗരി ഹദ്ദസന അബി അൻ തൽഹത അൻ അതാഇന അൻ ഇബ്നു അബ്ബാസിൻ ഐ അൽ ഖുർബ. ഇവിടെ വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളാണ്, വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളുമാണ്. വകദാ ഖാല മുജാഹിദുൻ വ അതാഉൻ വ അബൂ വാഇലിൻ വൽ ഹസൻ വ ഖതാദത്തു വ അബ്ദുല്ലാഹി ഇബ്നു കസീരിൻ വസ്സുദ്ദിയു വ ഇബ്നു സൈദിൻ. ഇവരൊക്കെ വലിയ വലിയ തഅ്വീലിൻ്റെ ആളുകളാണ്, മുഫസ്സിരീങ്ങളാണ്. ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള വഴികൾ തേടുക എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തുകളാണ്, ഖുർബാത്തുകളാണ്, അതല്ലാതെ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്തുകളല്ല, ഔലിയാക്കളോടും അമ്പിയാക്കളോടും പ്രാർത്ഥിക്കലല്ല. വഖാല ഖതാദ, വീണ്ടും അദ്ദേഹം പറയുന്നു, ഖതാദ റഹിമഹുള്ള പറഞ്ഞു, ഐ തഖറബു ഇലൈഹി ബിത്വാഅതിഹി വൽ അമലി ബിമാ യുർദീ. നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക അവനെ അനുസരിച്ചുകൊണ്ടും അവൻ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടും. അപ്പോൾ വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കലാണ്, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യലാണ്. ഒരിക്കലും ഷിർക്ക് അള്ളാഹു തൃപ്തിപ്പെടുകയില്ല, അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അള്ളാഹു തൃപ്തിപ്പെടുകയില്ല, ബിദ്അത്തുകൾ അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. എന്നിരിക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് തേടുക എന്നുള്ള ബിദ്അത്ത്, മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള ഷിർക്കിൻ്റെ പ്രവർത്തനം, അത് അള്ളാഹു എങ്ങനെ തൃപ്തിപ്പെടും? അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ് ഇവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മറിച്ച് വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് തൗഹീദും സൽപ്രവർത്തനങ്ങളും സുന്നത്തനുസരിച്ചുള്ള ജീവിതവുമാകുന്നു. ശേഷം അദ്ദേഹം പറയുന്നു, വഹാദല്ലദീ ഖാലഹു ഹൗലാഇൽ അഇമ്മത്തു ലാ ഖിലാഫ ബൈനൽ മുഫസ്സിരീന ഫീ. ഈ അഇമ്മത്തുകളൊക്കെ പറഞ്ഞതിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാവരും അഭിപ്രായ ഐക്യത്തിലായിട്ടുണ്ട്. വസീല എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസമാണ്, സൽക്കർമ്മമാണ്, സുന്നത്തുകൾ അനുസരിച്ചുള്ള ജീവിതമാണ്, അതല്ലാതെ മഹാന്മാരോടുള്ള തേട്ടമല്ല, അവരെ വസീലയാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയുമല്ല. അപ്പോൾ വ്യക്തമായ ദുർവ്യാഖ്യാനം നടത്തി ശുദ്ധമായ കളവ് പറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ് ഈ വ്യക്തി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ് എന്ന് നോക്കൂ. ഇല്ലായിരുന്നെങ്കിൽ ഈ ആയത്ത് ഓതിത്തന്ന റസൂലോ സ്വഹാബികളോ താബിയങ്ങളോ തബഉത്താബിയങ്ങളോ അഇമ്മത്തുകളോ നമുക്കതിൽ മാതൃക കാണിക്കണ്ടേ? അവരാരും മാതൃക കാണിക്കാത്ത ഈ പുത്തനാചാരം, ഈ പുത്തൻ ബിദ്അത്ത്, ഈ ഷിർക്കിൻ്റെ ആദർശം, ഇതൊക്കെയാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കളവുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഷിർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. ഞാൻ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം സാധാരണക്കാർക്ക് വേണ്ടി പറയാം. അവർക്ക് കിതാബിനെക്കാളും പ്രായോഗികതയാണ് തിരിയുക, നക്കലിനെക്കാളും അക്കലാണ് തിരിയുക. നക്കലിയായ ദലീലിനെക്കാളും അക്കലിയായ ദലീൽ.
നോക്കൂ, ഇയാൾ പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, ഞാൻ നഖ്ലിയായ എന്ന് പറഞ്ഞാൽ പ്രമാണമല്ല ഉദ്ധരിക്കാൻ പോകുന്നത്, അഖ്ലിയായ ദലീൽ പറയാം, ബുദ്ധിപരമായി സമർത്ഥിക്കാമെന്നാണ്. കാരണം പ്രമാണം അതിൽ ഉദ്ധരിക്കാൻ കഴിയില്ല എന്ന് അയാൾക്ക് തന്നെ അറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യമാണത്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ലാ ബുർഹാന ലഹു ബിഹി, അവർക്ക് യാതൊരു തെളിവുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഈതൂനി ബി കിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽമിൻ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്നവരെ ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ഒരു വേദഗ്രന്ഥമോ അറിവിൻ്റെ ഏതെങ്കിലും ഒരു തുണ്ടോ നിങ്ങൾ കൊണ്ടുവരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണവും അരപ്രമാണം പോലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയതാണ്. അത് ഇയാൾക്കും അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് നഖ്ലിയായ പ്രമാണങ്ങൾ അവിടെ നിൽക്കട്ടെ, എന്നിട്ട് ഞാൻ അഖ്ല് കൊണ്ട് സ്ഥാപിക്കാം, ബുദ്ധി കൊണ്ട് സ്ഥാപിക്കാമെന്ന്. ബുദ്ധി കൊണ്ട് സ്ഥാപിക്കേണ്ടതാണോ ഇസ്ലാമിലെ വിശ്വാസകാര്യങ്ങൾ? ബുദ്ധി കൊണ്ട് സ്ഥാപിക്കേണ്ടതാണോ ഇസ്ലാമിലെ കർമ്മകാര്യങ്ങൾ? അങ്ങനെ ഓരോരുത്തരും ബുദ്ധി കൊണ്ട് സമർത്ഥിക്കുകയാണെങ്കിൽ എന്തെല്ലാം വിശ്വാസങ്ങളും ആചാരങ്ങളും ഈ മതത്തിലുണ്ടാകും. എന്നിട്ട് ബുദ്ധി കൊണ്ട് അയാൾ സമർത്ഥിക്കുകയാണ്. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ബുദ്ധിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണ് അയാൾ സംസാരിക്കുന്നത്. അയാൾ എന്തൊരു ബുദ്ധി കൊണ്ടാണോ സമർത്ഥിക്കുന്നത്, ആ സമർത്ഥിക്കുന്നതൊക്കെ അയാളുടെ വാദങ്ങൾക്കെതിരാണ്, അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് എതിരാണ്. അങ്ങനെ അഖ്ലുമില്ലാത്ത നഖ്ലുമില്ലാത്ത രണ്ടുമില്ലാത്ത അതിദയനീയ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് അതിലെ നഖ്ലില്ലായ്മ, എന്താണ് അതിലെ അഖ്ലില്ലായ്മ അഥവാ പ്രമാണമില്ലായ്മ, ബുദ്ധിയില്ലായ്മ എന്ന് നമുക്ക് പരിശോധിക്കാം. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുക. മസ്ജിദുൽ ഹറാമിന്റെ തവാഫ് തഹിയ്യത്ത് തവാഫാണ്. ഈ തവാഫ് നമ്മൾ ചെയ്താൽ പിന്നെ നമ്മൾ അടുത്ത പടി 2 റക്അത്ത് നമസ്കാരമാണ്. ഈ 2 റക്അത്ത് നമസ്കാരം എവിടെയാണ് നിസ്കരിക്കേണ്ടത്? സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത്, പണ്ഡിതന്മാർക്ക് ഇത് കേൾക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ശരിക്കും നമ്മൾ മനസ്സിൽ കൊള്ളുന്നത് എവിടെയാ? മനസ്സിൽ കൊള്ളുന്നത് ഏറ്റവും നല്ല സ്ഥലം കഅബയുടെ ഉൾഭാഗമാണ്. കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കണം, അതല്ല ഏറ്റവും പുണ്യം. നമുക്ക് സാധാരണക്കാർക്ക് കഅബയിലേക്ക് കയറാൻ കഴിയില്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അത് കഅബയിൽ പെട്ടതാ. ഹിജ്ർ ഇസ്മായിൽ കയറിയിട്ട് നിസ്കരിക്കണം. അവിടെ നിസ്കരിക്കാൻ പറഞ്ഞില്ലല്ലോ. നിസ്കരിച്ചാൽ ശരിയാവും, അത് വേറെ കാര്യം. 1-ാം സ്ഥാനം അവിടെ അല്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നിസ്കരിക്കാൻ താല്പര്യമുള്ള സ്ഥലം ഏതാ? ഹജറുൽ അസ്വദിന്റെ മൂല. എന്താ അതിന്റെ പ്രത്യേകത? അവിടെ വെച്ചിട്ട് നമ്മൾ ദുആ ചെയ്ത് വലല്ലാലീൻ എന്നൊക്കെ പറഞ്ഞ് ദ്വാരക്കുമ്പോൾ ആമീൻ പറയില്ല. ആരാ ആമീൻ പറയാ? നമ്മളല്ല. ഉക്കില ബിഹി 70 മലക്കാ, 70 മലക്കുകളോട് ആമീൻ പറയണ്ടാവും. 70 മലക്കുകൾ അവിടെ നിസ്കരിച്ചൂടെ? അല്ല ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് വാതിൽ പടിയിൽ ജനങ്ങൾ ഒട്ടി നിൽക്കുന്ന മുൽത്തസമുണ്ട്, അവിടെ എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം തരും. എന്തേ അവിടെ നിസ്കരിക്കാൻ പറഞ്ഞില്ല? എവിടെയാ നിസ്കരിക്കാൻ പറഞ്ഞത്? മക്കാം ഇബ്രാഹിമിന്റെ പുറകിൽ. എന്താ മക്കാം ഇബ്രാഹിമിന്റെ പ്രത്യേകത? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുമ്പോൾ കയറി നിന്നൊരു കല്ലുണ്ട് അവിടെ. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ സമർത്ഥനമാണ് നിങ്ങൾ കേട്ടത്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാനും ഹജ്ജിന് പോകുന്ന ആളുകളും അല്ലാത്തവരുമൊക്കെ സകല മക്കാമുകളിലും കയറി അവിടെയുള്ള മഹാന്മാരോട് ഇടതേടാനും അവരോട് പ്രാർത്ഥിക്കുവാനുമൊക്കെ അദ്ദേഹം തെളിവുണ്ടാക്കുന്നത് ബുദ്ധിപരമായി സമർത്ഥിക്കുകയാണല്ലോ. പക്ഷേ ആ ബുദ്ധിപരമായ സമർത്ഥനം അയാളുടെ വാദത്തിന് തന്നെ എതിരായി വരുന്നത് എപ്രകാരമാണ് എന്ന് നോക്കാം. അദ്ദേഹം തന്നെ പറയുന്നു, മസ്ജിദുൽ ഹറമിലേക്ക് കയറിയാൽ അവിടെയുള്ള തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ തവാഫാണ്. അത് ഹജ്ജിനും ഉംറക്കും വരുന്നവർക്കും വെറുതെ വരുന്നവർക്കും ആ പറഞ്ഞതിൽ സൂക്ഷ്മത കുറവുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. തവാഫ് ഹജ്ജും ഉംറയും ഉദ്ദേശിച്ച് വരുന്ന ആളുകൾക്കുള്ളതാണ്. അതല്ലാതെ നമസ്കരിക്കുവാനും ഖുർആൻ ഓതുവാനുമൊക്കെ സാധാരണ നിലക്ക് മസ്ജിദുൽ ഹറമിൽ വരുന്ന ആളുകൾക്ക് മറ്റു പള്ളികളിലുള്ളതുപോലെയുള്ള തഹിയ്യത്ത് നമസ്കാരം അവിടെ നിർവഹിക്കാം. തവാഫാണ് ചെയ്യുന്നതെങ്കിൽ അവർ തഹിയ്യത്ത് നമസ്കരിക്കണ്ട എന്നേ ഉള്ളൂ. അതല്ലാതെ മസ്ജിദുൽ ഹറമിൽ തഹിയ്യത്ത് നമസ്കാരമേ ഇല്ല എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അതെന്തോ ആകട്ടെ. എന്നിട്ട് പറയുന്നു, ഈ തവാഫ് കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞത് മഖാമു ഇബ്രാഹിമിൻ്റെ പിറകിൽ വെച്ചാണ്. എന്നാൽ നമ്മുടെ മനസ്സിൽ കൊള്ളുന്നത് ഒന്നുകിൽ മുൽത്തസമിൻ്റെ ഭാഗത്ത് വെച്ച്, അതല്ലെങ്കിൽ കഅബയുടെ ഉള്ളിൽ വെച്ച് നമസ്കരിക്കാനല്ലേ, അല്ലെങ്കിൽ ഹിജ്റിൽ വെച്ച് നമസ്കരിക്കാം, അല്ലെങ്കിൽ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് വെച്ച് നമസ്കരിക്കാം. അവിടെയൊന്നും നമസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. മഖാം ഇബ്രാഹിമിൻ്റെ പിറകിലാണ്. നമ്മുടെ മനസ്സിൽ കൊള്ളുന്നിടത്തല്ല നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. നമ്മുടെ മനസ്സിൽ കൊള്ളുന്നതോ നമ്മുടെ മനസ്സിലെ വികാരങ്ങളോ നമ്മുടെ മനസ്സിലെ ഇഷ്ടങ്ങളോ അല്ല, അള്ളാഹു എന്താണോ പറയുന്നത് അതാണ് ചെയ്യേണ്ടത്. അത് അദ്ദേഹം തന്നെ നമുക്ക് തെളിവായി പറഞ്ഞു തരികയാണ്. ബുദ്ധി കൊണ്ടുള്ള സമർത്ഥനം അദ്ദേഹത്തിന് തന്നെ എതിരാണ്. കാരണം നമ്മുടെ മനസ്സിൽ കൊള്ളുന്നിടത്താണെങ്കിൽ കഅബത്തിന്റെ ഉള്ളിൽ പോയി നമസ്കരിക്കണം.
അതിനാണോ തവാഫ് കഴിഞ്ഞാൽ പ്രാധാന്യം? ഹിജ്റിൽ പോയി നമസ്കരിക്കുന്നതിനാണോ പ്രാധാന്യം? ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ പോയി നമസ്കരിക്കുന്നതിനാണോ പ്രാധാന്യം? അല്ല. നമ്മുടെ മനസ്സ് ആഗ്രഹിച്ചാലും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതേ ചെയ്യാൻ പാടുള്ളൂ, അതിനപ്പുറത്ത് പോകാൻ പാടില്ല. അപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് വെച്ച് പോലും ആ നമസ്കാരം പാടില്ല എന്ന് പറയുന്ന അതേ ആള് യഥാർത്ഥത്തിൽ തെളിവാക്കുന്നത് എന്തിനാണ്? ഹറമിൽ പോലും പെടാത്ത ഏതോ നാടുകളിലുള്ള ഖബറിൻ്റെ അടുക്കലും മക്കാമിലും പോണമെന്ന് പറയാനാണ് തെളിവാക്കുന്നത്. പക്ഷേ ആ തെളിവ് അദ്ദേഹത്തിനെതിരാണ്. നമ്മുടെ മനസ്സിലെ ഇഷ്ടമനുസരിച്ച് ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ വെച്ച് പോലുമല്ല നമസ്കാരം നിർവഹിക്കേണ്ടത്, അള്ളാഹും റസൂലും പറഞ്ഞ മക്കാം ഇബ്രാഹിമിൻ്റെ പിറകിലാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുകയാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞിടത്താണ് ഇബാദത്തുകൾ ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സുകളിൽ തോന്നുന്നിടത്തല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജാറങ്ങൾ മുഴുവൻ കയറിയിറങ്ങാൻ, ഹജ്ജിന് പോകുമ്പോഴും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും സകല മഖാമുകളും സന്ദർശിക്കുവാൻ പറയാൻ എങ്ങനെ സാധിക്കുന്നു? ഹറമിൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം തിരഞ്ഞെടുക്കാൻ പാടില്ലെങ്കിൽ പിന്നെ ഹറമിന് പുറത്താണോ പിന്നെ അത് തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി അദ്ദേഹത്തെ തന്നെ തിരിഞ്ഞു കൊത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു പറഞ്ഞിടത്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല എന്ന് അദ്ദേഹം തന്നെ സമർത്ഥിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു വാക്കുകൾ കേൾക്കുക. അപ്പൊ നമ്മളിങ്ങനെ അതിന് പിന്നിൽ തക്ബീർ കെട്ടി നിൽക്കുമ്പോൾ സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിൽ പോയി സുജൂദ് ചെയ്യാൻ പോവാണ്. നല്ല തൗഹീദും ഉറച്ച വിശ്വാസമുള്ള ഒരാളെ മനസ്സിൽ ചിന്തിക്കൂലേ, പടച്ചവനെ നിനക്ക് ഞാൻ ചെയ്യുന്ന സുജൂദ് എന്തിനാ ഇബ്രാഹിം നബിയുടെ കാൽക്ക പോയി ചെയ്യുന്ന ഒരു ശിർക്കാവൂലേ? നോക്കൂ നിങ്ങൾ, ഈ സംസാരത്തിനിടയിൽ അതീവ ഗുരുതരമായ ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലിൻ്റെ ചുവട്ടിൽ നമ്മൾ സുജൂദ് ചെയ്യാൻ പോവുകയാണ് എന്നാണ്. മആദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയുടെ കാലിൻ്റെ ചുവട്ടിലുള്ള സുജൂദാണോ അത്? അത് അള്ളാഹുവിനുള്ള നമസ്കാരമല്ലേ? അതല്ലാതെ ഇബ്രാഹിം നബിയുടെ കാലിൻ്റെ ചുവട്ടിലുള്ള സുജൂദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടോ? സ്വഹാബികൾ മനസ്സിലാക്കി തന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ആരും പറയാത്ത ഇത്രയും ഗുരുതരമായ ഷിർക്കിൻ്റെ വാക്ക്, ആ വാക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത്? മാത്രമല്ല കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് അത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ് എന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എത്ര വലിയ തെറ്റാണ്! ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാരാരും നമുക്ക് മനസ്സിലാക്കി തരാത്ത മഖാമു ഇബ്രാഹിമിൻ്റെ പിറകിലുള്ള നമസ്കാരം എന്നുള്ളത് ഇബ്രാഹിം നബിയുടെ കാലിൻ്റെ ചുവട്ടിലുള്ള സുജൂദോ ഇബ്രാഹിം നബിക്കുള്ള സുജൂദോ ആയി ഒരാളും മനസ്സിലാക്കി തന്നിട്ടില്ല. എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാനും സകല ജാറങ്ങളിലും മഖാമുകളിലേക്കും ജനങ്ങളെ കൊണ്ടുപോയി അവരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുവാനും വേണ്ടി ശുദ്ധമായ അബദ്ധങ്ങളും വമ്പിച്ച തെറ്റുകളുമാണ്, ഷിർക്കിൻ്റെ വിശ്വാസങ്ങളാണ് ജനങ്ങൾക്കിടയിൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നത് എത്രമാത്രം വലിയ കുറ്റകൃത്യമല്ല എന്നാലോചിച്ച് നോക്കൂ. അദ്ദേഹം വീണ്ടും സംസാരിക്കട്ടെ. ഈ ഇബ്രാഹിം നബിക്കുള്ള സുജൂദ് ആരാധനയല്ല, അത് ആദരവ് മാത്രമാണ്. ഈ ആദരവിനെ ആരാധനയാക്കി ചിത്രീകരിച്ചതാണ് നമ്മുടെ സമൂഹത്തിലുണ്ടായ അപകടം. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വ്യക്തമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദ് ഇബ്രാഹിം നബിക്കുള്ള ആദരവാണ്, ആരാധനയല്ല എന്ന്. അവിടെ അത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ് എന്ന് ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ? സ്വഹാബികൾ മനസ്സിലാക്കി തന്നോ? ഈ ഉമ്മത്തിലെ ഏതെങ്കിലും അഇമ്മത്തുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? അത് അള്ളാഹുവിനുള്ള നമസ്കാരമാണ്, ഇബ്രാഹിം നബിക്കുള്ള ഒരു സുജൂദേ അല്ല അത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല, നമുക്കറിയാം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല മഖാം ഇബ്രാഹിം കണ്ട സന്ദർഭത്തിൽ നബിയെ നമുക്ക് ഈ ഒരു സ്ഥലം നമസ്കരിക്കാനുള്ള സ്ഥലമായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനോട് അനുകൂലമായി കൊണ്ട് വഹയുണ്ടായി, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. അപ്പോൾ അത് മുസല്ലയാണ്, അവിടെ നമസ്കരിക്കാണ് വേണ്ടത്. അവിടെ ഇബ്രാഹിം നബിക്കുള്ള സുജൂദല്ല, ഇബ്രാഹിം നബിയോടുള്ള പ്രാർത്ഥനയില്ല, ഇബ്രാഹിം നബിയെ വസീലയാക്കിക്കൊണ്ടുള്ള തേട്ടമില്ല. ആ കല്ലിനെ തടവാനോ സ്പർശിക്കുവാനോ പാടില്ല, അതിൽ നിന്ന് ബറക്കത്തെടുക്കുവാനും പാടില്ല. മറിച്ച് ആ മഖാമു ഇബ്രാഹിമിൻ്റെ പിറകിൽ എവിടെ നിന്ന് നമസ്കരിച്ചാലും ആ നമസ്കാരം സഹീഹാണ്. അതല്ലാതെ ആ കല്ലിനെ പ്രതീകമാക്കി ഇത് ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിൻ്റെ മുന്നിലുള്ള സുജൂദാണ്, ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ് എന്ന നിലക്കായിരുന്നെങ്കിൽ എല്ലാവരും അവിടെ വന്നാണ് സുജൂദ് ചെയ്യേണ്ടത്. എന്നാൽ അങ്ങനെയല്ല, അവിടെ കേവല സുജൂദുമല്ല, നമസ്കാരമാണ്. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അൻ ഖതാദ ഇന്നമാ ഉമിറു അൻ യുസല്ലു ഇൻദഹു, അതിൻ്റെ അടുക്കൽ വെച്ച് നമസ്കരിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വലം യുമറു ബിമസ്ഹിഹി, അതിനെ തൊടാനും തലോടാനും ഒന്നും അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. കാരണം പിൽക്കാലഘട്ടത്തിൽ പല ആളുകളും അതിനെ തൊടുകയും തലോടുകയും എല്ലാം ചെയ്തിട്ട് ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിൻ്റെ അടയാളം ഉണ്ടായിരുന്നത് മാഞ്ഞുപോയി എന്ന് പിന്നീട് പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ തൊടാനോ ആ കല്ലിനോ അതല്ലെങ്കിൽ ആ
പാദങ്ങളുടെ അടയാളങ്ങൾക്കോ എന്തെങ്കിലും പ്രത്യേകത കൽപ്പിക്കുവാനോ അതിനെ പ്രതീകമാക്കി വെച്ചുകൊണ്ട് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണെന്ന് കരുതാനോ പാടില്ല. അവിടെ ആദരവിൻ്റെ സുജൂദ് പോലുമല്ല, അങ്ങനെ ഒരു സുജൂദും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ ശുദ്ധമായ കളവുകളാണ്, ശരീഅത്തിൽ ഇല്ലാത്തതാണ്. അള്ളാഹുവിനുള്ള നമസ്കാരം മാത്രമാണത്. ഇബ്രാഹിം നബിയോട് ആദരവ് കാണിച്ചുള്ള സുജൂദുമല്ല, ആരാധന കൊണ്ടുള്ള സുജൂദുമല്ല, രണ്ടുമല്ലത് അള്ളാഹുവിനുള്ള നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ശുദ്ധമായ കളവ് പറയാണ് അത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ് എന്ന്. എന്തിനു വേണ്ടി? ജാറങ്ങളിൽ പോയി സുജൂദ് ചെയ്യാൻ, ജാറങ്ങളെ തവാഫ് ചെയ്യാൻ, ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ദുർവ്യാഖ്യാനിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്കാണ് ആദരവിൻ്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അവർ സുജൂദ് ചെയ്തു നമുക്കറിയാം. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, അതും നമുക്കറിയാം. എന്നാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയേക്കാൾ എത്രമാത്രം ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയുടെ മുന്നിൽ ആദരവിൻ്റെ സുജൂദ് പാടുണ്ടോ? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അങ്ങനെ സുജൂദ് ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യസ്ലുഹു ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും സുജൂദ് ചെയ്യാൻ പാടില്ല. വലൗ സലഹ ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹ. അങ്ങനെ മനുഷ്യന്റെ മുന്നിൽ ആദരവിൻ്റെ സുജൂദ്, ഇത് ആരാധനയുടെ സുജൂദല്ല, ആദരവിൻ്റെ സുജൂദ് അത് ശരിയാകുമായിരുന്നെങ്കിൽ സ്ത്രീകളോട്, ഭാര്യയോട് ഭർത്താവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുവാൻ ഞാൻ പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പോലും ആദരവിൻ്റെ സുജൂദ് പോലും അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ചിട്ടില്ല. അത് ഈ ശരീഅത്തിൽ പാടില്ലാത്തതാണ്. പൂർവ്വകാല ശരീഅത്തിൽ ആദരവിൻ്റെ സുജൂദ് അനുവദിക്കപ്പെട്ടിരുന്നെങ്കിലും ഈ ശരീഅത്തിൽ അത് അനുവദിക്കപ്പെട്ടിട്ടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലാണെങ്കിൽ പോലും. എന്നിരിക്കെ ഈ ഉമ്മത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ് എന്നാണെന്ന് പറയുന്നത് എത്രമാത്രം വലിയ കളവല്ല, വ്യക്തമായ കളവാണ് പറയുന്നത്, വ്യക്തമായ തെറ്റിദ്ധരിപ്പിക്കലാണത്. അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അതിനുള്ള മറുപടികളും കേട്ടുകഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് വിഷയം നിങ്ങൾക്ക് ക്ലിയറാകും. അദ്ദേഹം തുടർന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് നിങ്ങളൊക്കെ അറിയുന്നതാണ്. ആ കല്ലിന് നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാനോ ദ്രോഹം ചെയ്യാനോ സ്വയം അവകാശമുണ്ട് നമ്മൾ ആരും കരുതുന്നില്ലല്ലോ. അതൊരു കല്ലാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആ കല്ലിനെ ചുംബിക്കുന്നു? അത് ശിലാപൂജയല്ല. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചു, അതിനെ ചുംബിക്കണം, ആദരിക്കണം. അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. അതിന് സ്വയം ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ കഴിവുണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. അയാളുടെ സംസാരം നിങ്ങൾ കേട്ടല്ലോ. സമർത്ഥിക്കുന്നത് ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നത് അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസത്തോടുകൂടി നാം നടത്തുന്ന ആദരവുകൾ, ആ ആദരവുകളൊന്നും തന്നെ ആരാധനയാകുന്നില്ല, ഷിർക്കാവുന്നില്ല. സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാലേ ആ ഷിർക്ക് വരുന്നുള്ളൂ എന്നാണ്. ഇത് പറയുന്നത് എന്തിനാണ്? ഒരു കാര്യം സ്ഥാപിക്കാനാണ്. മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കാം, ഗൗസുൽ ആലമിനോട് വിളിച്ചു പ്രാർത്ഥിക്കാം, മമ്പുറം തങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കാം, CM മടവൂരിനോട് വിളിച്ചു പ്രാർത്ഥിക്കാം. സങ്കടങ്ങൾ നീക്കാൻ, രോഗങ്ങൾ മാറാൻ, കുട്ടികളുണ്ടാവാൻ, ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങാൻ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനൊക്കെ ഇവരോട് പറയാം. അവർക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി, അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ മതി എന്ന് സമർത്ഥിക്കുകയാണ് ഈ വാദത്തിലൂടെ. എന്നാൽ യഥാർത്ഥത്തിൽ തൻ്റെ ബുദ്ധിപരമായ സമർത്ഥനം അയാൾക്ക് തന്നെ എതിരാവുകയാണ് ചെയ്യുന്നത്. കാരണം ചില ചോദ്യങ്ങൾ നമുക്ക് മുസ്ലിയാരോട് അദ്ദേഹത്തിൻ്റെ ന്യായം വെച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കാം. അദ്ദേഹം അതിന് മറുപടി പറയണം. അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളും അതിന് മറുപടി പറയണം. ഹജറുൽ അസ്വദിനെ ചുംബിക്കണം, അത് സുന്നത്താണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി, നിനക്ക് ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂല് ചുംബിക്കുന്നത് കണ്ടു, അതുകൊണ്ട് ഞങ്ങളും നിന്നെ ചുംബിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. അത് ആ കല്ലിനോടുള്ള സ്നേഹവും ഇഷ്ടവും പ്രകടിപ്പിക്കലാണ്. നാം നമ്മുടെ മക്കളെ ചുംബിക്കുന്നത് ആരാധന കൊണ്ടല്ല, ഇണകളെ ചുംബിക്കുന്നത് ആരാധന കൊണ്ടല്ല, മാതാപിതാക്കളെ ചുംബിക്കുന്നത് ആരാധന കൊണ്ടല്ല, പണ്ഡിതന്മാരെ ചുംബിക്കുന്നത് ആരാധന കൊണ്ടല്ല. സ്നേഹവും ആദരവും കാണിക്കാനുള്ള ചുംബനമുണ്ട്. എന്നാൽ ആ പേര് പറഞ്ഞുകൊണ്ട് ഹജറുൽ അസ്വദിനോട് വിളിച്ചു പ്രാർത്ഥിക്കാമോ? നിങ്ങൾ വിശ്വസിക്കേണ്ട, ഉപകാരം ചെയ്യുന്നതും ഉപദ്രവം ചെയ്യുന്നതും ഹജറുൽ അസ്വദാണ് എന്ന് വിശ്വസിക്കാതെ ഹജറുൽ അസ്വദിനോട് എൻ്റെ സങ്കടം മാറ്റണമേ, എൻ്റെ ദുഃഖങ്ങൾ നീക്കണമേ, എൻ്റെ പ്രയാസങ്ങൾ നീക്കണമേ എന്ന് ഹജറുൽ അസ്വദിനോട് പ്രാർത്ഥിക്കാമോ? സഹായം ചോദിക്കാമോ? തേടാമോ?
അള്ളാഹുവിന് കഴിവ് കൊടുത്തുകൂടെ എന്നാണ്. ഹജറുൽ അസ്വദിന് കഴിവ് അള്ളാഹുവിന് കൊടുത്തുകൂടെ? അങ്ങനെയാണെങ്കിൽ ഹജറുൽ അസ്വദിനോട് തേടാമോ? അള്ളാഹുവിൻ്റെ റസൂൽ തേടിയിട്ടുണ്ടോ? സ്വഹാബികൾ തേടിയിട്ടുണ്ടോ? അപ്പോൾ ആദരവ് എന്ന് പറയുന്നത് അവരോടുള്ള വിളിച്ച് പ്രാർത്ഥനയല്ല എന്നർത്ഥം, അവരോട് സഹായം തേടലല്ല എന്നർത്ഥം. ഹജറുൽ അസ്വദിനോട് തേടാൻ പാടില്ല. അതേപോലെ തന്നെ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്ന ആ ഹജറിനോട് തേടാൻ പാടില്ല. താങ്കൾ പറഞ്ഞ ന്യായപ്രകാരമാണെങ്കിൽ ആദരവ് പ്രകടിപ്പിക്കുകയാണ്, ആരാധനയല്ല, അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന കഴിവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൂടെ? അത് പാടില്ലാത്തതാണ്. ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളെന്തോ അതേ ചെയ്യാൻ പാടുള്ളൂ. ഹജറുൽ അസ്വദിനെ നമുക്ക് ചുംബിക്കാം, മഖാമു ഇബ്രാഹീമിനെ പോലും ചുംബിക്കാൻ പാടില്ല. ഇവിടെ വലിയ കാര്യമായി കൊണ്ടുവന്ന കാര്യമുണ്ടല്ലോ. മഖാമു ഇബ്രാഹീമിനെ ചുംബിക്കാമോ? മഖാമു ഇബ്രാഹീമിനെ തടവാമോ? മഖാമു ഇബ്രാഹീമിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയാമോ? അള്ളാഹുവാണ് അവർക്ക് കഴിവ് കൊടുക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാമോ? പാടില്ല. ഇനി ത്വവാഫ്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മസ്ജിദുൽ ഹറമിലേക്ക് കയറുമ്പോൾ ത്വവാഫാണ് എന്നുള്ളത്. അത് കഅബാലയത്തിനു ചുറ്റുമാണ്. മഖാമു ഇബ്രാഹീമിനു ചുറ്റും ത്വവാഫ് ചെയ്യാമോ? നമ്മുടെ ആഗ്രഹപ്രകാരവും നമ്മുടെ ഇഷ്ടപ്രകാരവും നമുക്ക് ആദരവ് തോന്നുന്ന രൂപത്തിൽ ഓരോ കർമ്മങ്ങളും ഉണ്ടാക്കാമെങ്കിൽ മഖാമു ഇബ്രാഹീമിനു ചുറ്റും ത്വവാഫ് അനുവദനീയമാണോ? നിങ്ങളുടെ ഫിഖ്ഹി പണ്ഡിതന്മാർ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? അത് അനുവദനീയമാണോ? മഖാമു ഇബ്രാഹീമിൻ്റെ ചുറ്റിലും പോലും ത്വവാഫ് പാടില്ലെങ്കിൽ പിന്നെ ജാറങ്ങൾക്ക് ചുറ്റിലും നിങ്ങളുടെ ആളുകൾ ത്വവാഫ് ചെയ്യുന്നുണ്ട്, അവിടെ സുജൂദ് ചെയ്യുന്നുണ്ട്, അവിടെ പോയി കേണപേക്ഷിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ തെളിവാകും? അപ്പോൾ താങ്കൾ ബുദ്ധിപരമായി സമർത്ഥിക്കാൻ ശ്രമിച്ചതെല്ലാം താങ്കൾക്കെതിരാണ്. ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പാടില്ല. കഅബാലയത്തിന് തന്നെ വേറെയും ഒരുപാട് റുക്നുകളുണ്ടല്ലോ. അവിടെ റുക്നുൽ യമാൻ വലത് കൈകൊണ്ട് തൊടുക എന്നുള്ളത് മാത്രമാണോ സുന്നത്ത്? ചുംബിക്കൽ സുന്നത്തല്ല. എല്ലാ റുക്നുകളിലും ചുംബിക്കാൻ പാടുണ്ടോ? നമുക്കിഷ്ടമുണ്ട് എന്ന് കരുതി പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്തോ അള്ളാഹു കൽപ്പിച്ചതെന്തോ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അപ്പോൾ അഖലും നഖലും അവർക്കെതിരാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ശുദ്ധമായ കളവ് പറഞ്ഞുകൊണ്ടല്ലാതെ അവർക്കിതൊന്നും സ്ഥാപിക്കുക സാധ്യമല്ല. അദ്ദേഹം പറയുന്ന സംസാരത്തിൽ അവസാന ഭാഗത്ത് പറയുന്ന വ്യക്തമായ മറ്റൊരു കളവ് കൂടി കേട്ടിട്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുക. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ലോക പ്രശസ്ത പണ്ഡിതൻ. അതിനേക്കാൾ വലിയൊരു പണ്ഡിതൻ നമ്മുടെ സമൂഹത്തിൽ ആരാ ഉദ്ധരിക്കാൻ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ ഷരീഫിന്റെ മുമ്പിൽ നിന്നിട്ട് വളരെ കൃത്യമായി അഷ്റഫുൽ ഖൽഖിനെ കൊണ്ട് തവസ്സുൽ ചെയ്തല്ലോ. നോക്കൂ നിങ്ങൾ, വളരെ കൃത്യമായി ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി റൗള ഷരീഫിൽ കയറിയിട്ട് തവസ്സുൽ ചെയ്തല്ലോ. പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഒന്നുകിൽ ഖുർആനിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഹദീസുകളിൽ വന്നതാണ്, അല്ലെങ്കിൽ കുറ്റമറ്റ സനദോടുകൂടിയുള്ളതാണ് എന്ന്. പച്ചക്കളവാണ്. അദ്ദേഹം മഹാനായ ഇമാമാണ്, പണ്ഡിതനാണ് എന്ന് പറയുക, എന്നിട്ട് ആ പണ്ഡിതൻ്റെ പേരിൽ യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ അദ്ദേഹത്തിൻ്റെ അഖീദക്ക് വിരുദ്ധമായ കാര്യം അദ്ദേഹം ചെയ്തു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഈ മുസ്ലിയാരടക്കമുള്ള ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, എവിടെയാണ് അതിൻ്റെ ദലീൽ? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി റൗള ഷരീഫിൽ പോയി നിങ്ങളിപ്പോൾ പറഞ്ഞ ഖസീദത്തു അബീ ഹനീഫ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ആ ഖസീദയും ആ പറഞ്ഞ വാക്കുകളും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കുറ്റമറ്റ സനദോടുകൂടി സ്ഥാപിക്കുവാൻ സാധിക്കുമോ? ഏതെങ്കിലും കിതാബിൽ നിന്ന് സനദില്ലാത്തത് ഉദ്ധരിക്കുകയല്ല വേണ്ടത്. വ്യക്തമായി ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പാടിയിട്ടുണ്ട് എന്ന് ഒരു ഖബർ സ്ഥിരപ്പെടാൻ, ഒരു ഖബർ സ്വീകാര്യയോഗ്യമായി തീരാൻ പണ്ഡിതന്മാർ നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം, ആ വ്യവസ്ഥ പ്രകാരം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പാടിയതായി, അങ്ങനെ ചെയ്തതായി തെളിയിക്കുക സാധ്യമല്ല. കളവാണത്. ശുദ്ധമായ കളവുകൾ പറഞ്ഞുകൊണ്ടല്ലാതെ, ഈ നിലക്ക് ബുദ്ധി കൊണ്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുമൊക്കെ അല്ലാതെ ഈ ശിർക്കൻ പ്രവർത്തനങ്ങളെ, ഈ ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ആളുകളെ കൊണ്ടുപോലും സകല മഖാമുകളിലും കയറി ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാലും ജാറങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഷിർക്കിൻ്റെ ആദർശത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ കരുതിയിരിക്കുക. നിങ്ങളുടെ ഹജ്ജ് ഫസാദാക്കരുത്, നിങ്ങളുടെ പണം ഫസാദാക്കരുത്, നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ തൗഹീദ് ഫസാദാക്കരുത് എന്ന് വിനയത്തോടുകൂടി ആവശ്യപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.